എല്ലാവർക്കും ജ്യോതിഷത്തിലേക്ക് നമസ്കാരം. എല്ലാവർക്കും ശാന്തിയും സമാധാനവും സന്തോഷവും സമ്പത്തും ഉണ്ടാകാൻ വേണ്ടി എല്ലാ ദിവസവും നമ്മൾ വിഷ്ണു പൂജ, മഹാലക്ഷ്മി പൂജ, ഗണപതി പൂജ എല്ലാം നിങ്ങൾക്ക് വേണ്ടി നമ്മൾ ചെയ്യും. പൂർണ്ണമായും വിശ്വാസമുള്ള മാത്രം കാണുക. എല്ലാവർക്കും കമൻറ്റ് ബോക്സിൽ പേരും നാളും ഇടാം. നമ്മളുടെ ജ്യോതിഷത്തിന് ജാതിയോ മതമോ ഇല്ല. എല്ലാവർക്കും ഐശ്വര്യമുണ്ടാകും. അതുകൊണ്ട് എല്ലാവർക്കും ശാന്തിയും സമാധാനവും സമ്പത്തും ഉണ്ടാകും. എല്ലാ ദിവസവും സന്തോഷം കിട്ടണം. അതിനുവേണ്ടിയുള്ള പൂജയിൽ നിങ്ങളെല്ലാവരും പങ്കെടുക്കണം. പൂർണ്ണമായി തിരുമേനിയുടെ പൂജയിൽ ഉൾപ്പെടുത്താൻ നിങ്ങളെല്ലാവരും എല്ലാ ദിവസവും കമൻറ്റ് ബോക്സിൽ പേരും നാളും ഇടുക. അതുപോലെ തന്നെ ഐശ്വര്യങ്ങൾ നേടുക. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ആഗസ്റ്റ്. ഈ ദിവസം പ്രധാനമാണ്. 5-6 സമ്പത്തിൻ്റെ അഭിഷേകമാണ് ഈ നാളുകാർക്ക്. ആഗസ്റ്റ് മാസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ദിവസം ശനിയുടെ മാറ്റം ഈ പറയുന്ന നാളുകാർക്ക് വളരെയധികം ഐശ്വര്യങ്ങൾ വന്നു ചേരും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതിനുവേണ്ടിയുള്ള പരിഹാരങ്ങൾ അവസാനം നമ്മൾ പറയും. പൂർണ്ണമായും എല്ലാം കാണുക. അതിനുശേഷം എല്ലാ ഐശ്വര്യങ്ങളും നിങ്ങൾ നേടുക. പ്രധാനമായും സമ്പത്തിൻ്റെ അഭിഷേകം ഉണ്ടാകുന്ന ഈ നാളുകാരിൽ ഏറ്റവും ശ്രേഷ്ഠർ എന്ന് പറയുന്നത് അശ്വതിയാണ്. എന്തുകൊണ്ടും അശ്വതിക്ക് ഗജകേസരി യോഗമാണ്. അതുപോലെയുള്ള ഐശ്വര്യമാണ് ഈ 2 ദിവസം വന്നു ചേരുന്നത്. ആഗസ്റ്റ് 5-6 ഈ ദിവസം ഇവരുടെ ദിവസം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എല്ലാവിധ ഐശ്വര്യങ്ങളും ഈ ദിവസം ഈ നാളുകാർക്ക് വന്നു ചേരും. ഭഗവാന്റെ കാരുണ്യം വളരെയധികം കിട്ടും. ആഗസ്റ്റ് 5 ഈ ദിവസം വളരെയധികം സമ്പത്തും സഹായങ്ങളും ബന്ധുക്കളെയും കൊണ്ട് ഇവർക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ അടുത്ത നാളെന്ന് പറഞ്ഞാൽ ഭരണിയാണ്. ഭരണിക്കും ഇതുപോലെ തന്നെ ഐശ്വര്യമുള്ള ദിവസമാണ്. പുതിയ വാഹനങ്ങൾ മേടിക്കാനുള്ള എല്ലാ സാധ്യതയും ഈ ദിവസം കാണും. സഹായങ്ങൾ പല കോണുകളിൽ നിന്ന് ഇവർക്ക് ലഭിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. എല്ലാവിധ ദുഃഖങ്ങളും ദുരിതങ്ങളും ഭഗവാൻ മാറ്റും. പൂർണ്ണമായ നാമജപം അത്യാവശ്യമാണ്. പ്രധാനമായും ഓം നമ ശിവായ എന്നും ഓം നമോ നാരായണ എന്നും ഓം ശ്രീ മഹാലക്ഷ്മി എന്നും ഓം ശ്രീ ഗണപതായ എന്നും 108 തവണ നിങ്ങൾ ജപിക്കുക. അത് നിങ്ങൾക്ക് ഗുണകരമായി മാറും. അത് രാവിലെ തന്നെ ജപിക്കുക. അടുത്ത നാൾ എന്ന് പറയുന്നത് പൂരാടമാണ്. പൂരാടത്തിനും വളരെയധികം സമ്പത്തിൻ്റെ അഭിഷേകമാണ് ഈ ദിവസം ഉണ്ടാകും. എല്ലാവിധ ഐശ്വര്യങ്ങളും ഈ ദിവസങ്ങളിൽ വന്നു ചേരും. ആഗസ്റ്റ് 5 പ്രധാനമായി ഈ ദിവസങ്ങൾ ഓം നമോ നാരായണ എന്ന മന്ത്രം 108 തവണ ജപിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിലൂടെ നിങ്ങളുടെ എല്ലാ തടസ്സങ്ങളും മാറി നിങ്ങളുടെ ഭവനങ്ങളിലുള്ള അനിഷ്ടങ്ങൾ മാറാനും കുടുംബത്തിൽ ഐശ്വര്യം വന്നു ചേരാനും സന്താനങ്ങളെയും കൊണ്ട് നിങ്ങൾക്ക് ഐശ്വര്യങ്ങൾ വന്നു ചേരും. അടുത്തത് എന്ന് പറയുന്നത് മൂലമാണ്. മൂലത്തിന് ചോദിക്കും വളരെയധികം ഐശ്വര്യമുള്ള ദിവസമാണ് ഈ ദിവസം. ഈ ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള സമ്പത്ത് നിങ്ങൾക്ക് വന്നു ചേരും. പ്രധാനമായും നിങ്ങൾക്ക് നിങ്ങളുടെ സഹോദരങ്ങളെയും കൊണ്ടാണ് കൂടുതൽ സമ്പത്തുകൾ വന്നു ചേരുന്നത്. അതുകൊണ്ട് ഈ നാളുകാർക്ക് ഐശ്വര്യമായിരിക്കും ഈ ദിവസം. പ്രധാനമായും അവർ ചെയ്യേണ്ട പരിഹാര മാർഗങ്ങൾ നമ്മൾ അവസാനം പറയുന്നതാണ് ഈ നാളുകാർക്ക്. അടുത്തത് ഉത്രാടമാണ്. ഉത്രാടത്തിനും ഇതുപോലെ തന്നെ വെച്ചടി കയറ്റമാണ്. ഈ ദിവസങ്ങൾ നിങ്ങളുടെ അച്ഛനെയും കൊണ്ടാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഐശ്വര്യമുണ്ടാകുന്നത്. അതുകൊണ്ട് വളരെയധികം സമ്പത്ത് അദ്ദേഹത്തിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. എല്ലാവിധ ഐശ്വര്യങ്ങളും വന്നു ചേരാനും പരിഹാരത്തിനും അവസാനം നമ്മൾ പറയുന്നതാണ്. അടുത്തത് രോഹിണിയാണ്. രോഹിണിക്ക് പ്രധാനമായും അമ്മയും കൊണ്ടാണ് ഈ ദിവസം പ്രധാനമായും ധനമുണ്ടാകും. വളരെയധികം ഐശ്വര്യങ്ങൾ ഈ ദിവസം രോഹിണിക്ക് വന്നു ചേരും എന്നുള്ളതാണ് ഏറ്റവും വലിയ. എല്ലാവിധ തടസ്സങ്ങളും മാറുവാനും പരിഹാരവും നമ്മൾ അവസാനം പറയുന്നതായിരിക്കും. അടുത്തത് മൂലമാണ്. മൂലത്തിന് വളരെയധികം ഐശ്വര്യങ്ങൾ ഈ ദിവസം സഹോദരൻ നിങ്ങളെയും കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. വളരെയധികം സമ്പത്ത് ഈ ദിവസം സഹോദരങ്ങളെയും കൊണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അവരുടെ സഹായം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവായി മാറും എന്നുള്ളതിൽ ഒരു സംശയമില്ല. പൂർണ്ണമായ ഐശ്വര്യം ലഭിക്കാൻ വേണ്ടിയുള്ള പരിഹാരങ്ങൾ അവസാനം നമ്മൾ പറയുന്നതായി. അടുത്തത് ആയില്യമാണ്. ആയില്യത്തിന് ഏറ്റവും കൂടുതൽ ഐശ്വര്യങ്ങളാണ് ഈ ദിവസം പ്രധാനമായും നിങ്ങൾക്ക് വന്നു ചേരും. ബന്ധുക്കളെയും കൊണ്ടാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സഹായം ഈ ദിവസം സമ്പത്ത് വന്നു ചേരും എന്നുള്ളതിൽ ഒരു സംശയം. പൂർണ്ണമായ ഈ ഐശ്വര്യങ്ങൾ വന്നു ചേരാൻ നിങ്ങൾ അവസാനം പരിഹാര മാർഗങ്ങൾ ചെയ്യുകയാണെങ്കിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് ഈ ദിവസങ്ങളിൽ വന്നു ചേരും. പ്രധാനമായി ഈ ദിവസങ്ങളിൽ നെയ്വിളക്ക് കത്തിക്കാൻ ശ്രദ്ധിക്കണം. അതിലൂടെ നിങ്ങളുടെ എല്ലാ തടസ്സങ്ങളും മാറി നിങ്ങളുടെ വീട്ടിലുള്ള അനിഷ്ടങ്ങൾ മാറി ഐശ്വര്യങ്ങൾ വന്നു ചേരും.
അതുപോലെ തന്നെ ഈ ദിവസങ്ങളിൽ നിങ്ങൾ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ പോകുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ അർച്ചന കഴിക്കുവാനും ശ്രമിക്കണം. അതിലൂടെ നിങ്ങളുടെ എല്ലാ തടസ്സങ്ങളും മാറിക്കിട്ടും. അതുപോലെ തന്നെ കുടുംബാർച്ചന കഴിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ സുബ്രഹ്മണ്യനെ പ്രീതിപ്പെടുത്തുക അത്യാവശ്യം. അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം മേടിക്കുവാനും ശ്രദ്ധിക്കുക. ഒരു തിരി അദ്ദേഹത്തിന് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഒരു തിരി സമർപ്പിക്കുക. നിങ്ങൾക്കതിലൂടെ നിങ്ങളുടെ എല്ലാ തടസ്സങ്ങളും മാറും. ഈ പറഞ്ഞ പരിഹാരങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കെല്ലാവർക്കും ഐശ്വര്യമുണ്ടാകും. കമൻറ്റ് ബോക്സിൽ പേരും നാളും ഇട്ട് എല്ലാവരും ഐശ്വര്യം നേടുക. നമ്മളുടെ ജ്യോതിഷത്തിൽ ജാതിയോ മതമോ ഇല്ല. അതുകൊണ്ട് എല്ലാവരും കമൻറ്റ് ബോക്സിൽ പേരും നാളും ഇടുക. എല്ലാവർക്കും ഐശ്വര്യമുണ്ടാവട്ടെ. നന്ദി, നമസ്കാരം.